നമസ്കാരം, ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ക്രോണിക് ഡിസീസ് സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. കോട്ടയത്ത് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ തെക്കുംകോപുരം ജംഗ്ഷനിലും, എറണാകുളത്ത് കടവന്തര ജംഗ്ഷനടുത്ത് ചെറുവറമ്പത്ത് റോഡിൽ ബുധനും വെള്ളിയും പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് വിഷയം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒരു രോഗിയുടെ, ആക്ച്വൽ രോഗിയുടെ, ഇന്നലെ എന്നെ കൺസൾട്ട് ചെയ്യാൻ കോട്ടയത്ത് വന്ന ഒരു രോഗിയുടെ. ഈ വ്യക്തി എന്നെ രാവിലെ വിളിക്കുകയാണ് ഫോണിൽ. ഒരു ഇൻട്രസ്റ്റിംഗ് കേസാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, 47 വയസ്സിനടുത്ത് വ്യക്തിക്ക് പ്രായമുള്ളൂ. എന്നെ രാവിലെ എവിടെയോ ഫോൺ നമ്പർ, വേറൊരു രോഗി പറഞ്ഞിട്ട് ഫോൺ നമ്പർ കിട്ടിയതാണ്. എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്ന ഡോക്ടറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അല്ല, ഞാൻ ഡോക്ടർ എബ്രഹാം, ഞാൻ ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജിയുടെ സ്പെഷ്യലിസ്റ്റാണ്, ഞാൻ ഹോമിയോപ്പതിയും പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാറ് ഇങ്ങനെ എനിക്ക് പെടലിക്ക് ഒരു അസുഖമുണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരൂ, നമുക്കത് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നലെ 11 മണിക്ക് ഈ രോഗി വരുന്നു. ഞാൻ 3/4 മണിക്കൂറോളം ഈ രോഗിയായിട്ട് സംസാരിച്ചു. വളരെ തൃപ്തനായിട്ടാണ് ഈ വ്യക്തി പോയത്. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു വില്ലേജിൽ നിന്നാണ് വരുന്നത്. പുളിങ്കുന്ന് എന്ന് പറയുന്ന വില്ലേജിൽ നിന്നാണ് വരുന്നത്. ഇദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളിയാണ്. വർഷങ്ങളായിട്ട് ചുമട്ട് ജോലിയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ബുദ്ധിയുള്ള ആളാണ്. അധികം പഠനമില്ലെങ്കിലും ബുദ്ധിയോടുകൂടി സംസാരിക്കുന്ന ആളാണ്. ഇവിടെ രോഗവരെ ഞാൻ വളരെ ഡീറ്റെയിലായിട്ട് ചോദിക്കും. വളരെ ഡീറ്റെയിലായിട്ട് ചോദിച്ചപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞത്, ഏതാണ്ട് 18 വർഷങ്ങൾക്ക് മുൻപ് ഒരു മരം വെട്ടുന്നതിനുണ്ടായ ഇടയിലുണ്ടായ ഗോവണി മറിയുകയോ വല്ലതും ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിലത്തെ തൊലിക്ക് ഒരു കാര്യമായ ഇഞ്ചുറിൻ്റെ വേണ്ട 14 സ്റ്റിച്ചസ് ഇടേണ്ട ഒരു അവസരം വന്നു. അത് സ്റ്റിച്ചസ് ഇട്ടു, തിരിച്ചു വന്നു. അതിനുശേഷം 2-3-4 വർഷം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് സ്ഥായിയായിട്ട് പെടലിക്ക് വേദനയാണ്. അത് കൂടിക്കൂടി പല ചികിത്സകൾ ചെയ്തു, ആയുർവേദം ചെയ്തു, ഹോമിയോപ്പതി ചെയ്തു, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് മരുന്ന്, ഓർത്തോ ഡോക്ടേഴ്സിനെ കണ്ടു. ഇതെല്ലാം കണ്ട് ലാസ്റ്റിൽ ഈ 47 വയസ്സുള്ള വ്യക്തിയോട് പറഞ്ഞുകൊണ്ട് എക്സ്റേ അല്ലെങ്കിൽ MRI എടുത്തപ്പോൾ 67 വയസ്സുള്ള ഒരു വ്യക്തിയുടെ പെടലിയുടെ അത്രയും തേയ്മാനം വന്നിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. ഈ വ്യക്തിക്കാണെങ്കിൽ ചുമന്ന് അല്ലെങ്കിൽ ഭാരം ചുമന്നിട്ട് മാത്രമേ ജീവിക്കാൻ ഒക്കുകയുള്ളൂ. വേറെ ജോലിയൊന്നും പഠിച്ചിട്ടുമില്ല. ഇതാണ് വ്യക്തിയുടെ പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് ഈ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും ഞാൻ ശേഖരിച്ചു. ഈ വ്യക്തിക്ക് മാറാത്ത തൊണ്ടവേദന മിക്കവാറും വരാറുണ്ട്. അതോടുകൂടി ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നാൽ അത് മാറാനും വിഷമമാണ്. ഇടയ്ക്ക് കഫം നന്നായിട്ട് വരും. സ്പീഡിൽ നടക്കുമ്പോൾ ഇച്ചിരി ശ്വാസം മുട്ടലും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കുടുംബാംഗങ്ങളിൽ ആർക്കും, അപ്പനോ അമ്മയ്ക്കോ ആസ്മയുടെ രോഗം, അമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു വലിയ വിജയം കൈവരിച്ച പോലെയായി. ഞാൻ ഈ വ്യക്തിയുടെ പരിശോധനകൾ കഴിഞ്ഞു. BP എല്ലാം നോർമലാണ്. ഈ വ്യക്തിയുടെ ശ്വാസകോശത്തിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് FEC FEV1 ഞാൻ എല്ലാവർക്കും ചെയ്ത് ഏതാണ്ട് 20% കുറവാണ്. അപ്പോൾ ശ്വാസം മുട്ടലിന് ഏതാണ്ട് ആസ്മയുടെ തുടക്കമുണ്ട്. ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞത്, ഇവിടെയാണ് IIT എന്നുള്ള പദം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. IIT എന്ന പദം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, ടോക്സേമിയ എന്ന് പറയും. ഞാനൊരു മുൻ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് എൻ്റെ ചികിത്സയിൽ ഞാൻ നടത്തിയൊരു കണ്ടുപിടുത്തമാണ്. അതായത് സ്ഥായിയായിട്ട് നമുക്ക് ഒരു കഫക്കെട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ സൈനസൈറ്റിസ്, ഇതൊക്കെ, അല്ലെങ്കിൽ തൊണ്ട സംബന്ധമായ സ്ഥിരം രോഗങ്ങൾ, ഇയാൾക്ക് സ്ഥിരം തൊണ്ടവേദന വരുമെന്ന് പറഞ്ഞു. ഇത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ എവിടെ ചെറിയ വ്രണങ്ങളുണ്ടോ അവിടെ ബാക്ടീരിയയുടെ പ്രസൻസും വരും. അത് ഇംഗ്ലീഷിൽ അതിനൊരു സെൻറ്റൻസ് ഞാനൊരിക്കൽ പഠനം നടത്തി. വേറെവർ ദർ ഇസ് ഇൻഫ്ലമേഷൻ ദർ വിൽ ബി ഇൻഫെക്ഷൻ ഓൾസോ. അതായത് രോഗാണുബാധയും കൂടി അവിടെ ഉണ്ടാവും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അവിടെ രോഗാണുബാധയും കഫക്കെട്ടും വരുമ്പോൾ ഈ കഫം എന്ന് പറയുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ കഫം സ്ഥിരമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഈ കഫത്തിനകത്ത് രോഗാണുക്കൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ കൂടുതൽ ടോക്സിൻസ് ഉണ്ടാവും. ഈ ടോക്സിൻസിൽ നിന്നാണ് ഈ സ്പോണ്ടിലോസിസും അല്ലെങ്കിൽ ഈ തേയ്മാനം എന്ന് പറയുന്ന സംഗതികളുണ്ട്. തേയ്മാനമല്ല അതും ഇൻഫ്ലമേഷനാണ്. തേയ്മാനം എന്ന് പറഞ്ഞ വാക്കിലേ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ പറഞ്ഞവർ തിരിച്ച് രോഗം മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഈ കഫക്കെട്ടിൽ നിന്നുണ്ടാകുന്ന രോഗാണുബാധയിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ്റെ ഒരു ഭാഗം ഇവിടെയും വരുന്നതാണ്. അതിൻ്റെ പരിണിത ഫലമാണത്. ഈ വ്യക്തിയോട് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. പൂർണ്ണ തൃപ്തനായിട്ടാണ് പറഞ്ഞത്. ഇതിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് പഴകിയ തൊണ്ട രോഗങ്ങൾ, അല്ലെങ്കിൽ സൈനസൈറ്റിസ്, അല്ലെങ്കിൽ
ബ്രോങ്കൈറ്റിസ്, ട്രക്കിയൈറ്റിസ് ഇതുപോലത്തെ എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്ന് അതിൻ്റെ സ്ഥായിയായിട്ട് അവിടെ നിന്നാൽ ഇതിൽ നിന്ന് വ്യക്തികൾക്ക് സ്പോണ്ടിലോസിസ് അതിനെ സംബന്ധിച്ചുള്ള ആർത്രൈറ്റിസ് ഉണ്ടാകുന്ന എല്ലാം പെടലിക്കും മാറാത്ത വേദന വരുന്ന ഒരു ധാരാളം രോഗികൾ എൻ്റെ അടുത്ത് വന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ എല്ലാം കാരണം ഇതാണ്. അപ്പോൾ ഒരു ശ്വാസകോശ രോഗത്തിൻ്റെ തുടക്കത്തിൽ അത് അല്ലെങ്കിൽ ശ്വാസകോശമായിട്ട് നമ്മൾ മാത്രം വിചാരിക്കുന്ന ഒരു രോഗം എങ്ങനെ ബോണിനെ വരെ ഇൻവോൾവ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ കാണിക്കുന്നത്. ഒട്ടുമിക്ക രോഗികളിലും ഈ ആർത്രൈറ്റിസ് ഒക്കെ വരുന്ന രോഗികൾ ഞാൻ സ്ഥായിയായ കഫക്കെട്ടും അതിനോടനുബന്ധിച്ച രോഗങ്ങൾ ഞാൻ ഇവർക്ക് കണ്ടിട്ടുണ്ട്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വരെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ആസ്മ പോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ക്യൂറില്ല എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രോഗമായ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വരെ അതിൻ്റെ എല്ലാ ഫൈൻഡിങ്സും നെഗറ്റീവായി വേണ്ട ഒരു 90-95-100% റിക്കവറിയിലേക്ക് വരെ കൊണ്ടുവരുവാൻ സാധിക്കാറുണ്ട്. അവിടെ യോഗയും ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. ഭക്ഷണ രീതികൾ, അതുപോലെ തന്നെ കാര്യമായ മെഡിക്കൽ മാനേജ്മെൻറ്റ്, അത് കൂടുതലും അലോപ്പതിയല്ല ഹോമിയോപ്പതിയും ചില വൈറ്റമിൻസും അതെല്ലാം സ്ഥായിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അവർ തിരിച്ചു വരാറുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് സ്ഥിരമായിട്ട് കഫക്കെട്ട് വരികയാണെങ്കിൽ അത് ശ്വാസ സംബന്ധമായിട്ടുള്ള കഫക്കെട്ടിൽ നിന്ന് ഈ ആർത്രൈറ്റിസിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനൊരു ക്ലിയർ എവിഡൻസാണ് ഇന്നലെ ഈ വന്ന വ്യക്തിയുടെ അനുഭവം. അത് ആ വ്യക്തി പൂർണ്ണമായിട്ട് സഹകരിച്ചാൽ ആ വ്യക്തിയുടെ തൊണ്ടവേദന മാറും, നീർക്കെട്ടൽ മാറും. ഇവിടെ ഞാൻ ഒരു കാര്യം കൊണ്ട് എടുത്തു പറയുകയാണ്. ഈ വ്യക്തിയുടെ ഞാൻ എല്ലാവരോടും വരുമ്പോൾ ചിലരോട് ഞാൻ കഴിഞ്ഞ തലേ ദിവസം അവർ കഴിച്ച രാവിലെ മുതൽ രാത്രി വരെ കഴിച്ച എല്ലാ ഫുഡും ചോദിക്കും. വളരെ കൂടിയ രോഗാവസ്ഥയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഉച്ച കഴിഞ്ഞ് കഴിച്ച എല്ലാ ഫുഡും പറയാൻ പറയും. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് കഴിച്ച ഫുഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കഫക്കെട്ട് ഉണ്ടാകുന്നത്. ഇന്നലെ ഈ വ്യക്തി രാത്രിയിൽ 4 മണിക്ക് പുള്ളിയാണ്ട് ഒരു ബോണ്ടായോ അങ്ങനത്തെ ആണ്ട് കഴിച്ചതെന്ന് പറഞ്ഞു. അതുകൂടാതെ രാത്രി 10 മണിക്കാണ് ശനിയാഴ്ച എന്നെ കണ്ടു, വെള്ളിയാഴ്ച ഈ വ്യക്തി കഞ്ഞി കുടിച്ചു. കുട്ടനാട്ടുകാരാണ്, അവർ കഞ്ഞിയില്ല, അവർ സമ്മതിക്കുകയില്ല. അരിയുടെ കഞ്ഞി കുടിച്ചു. അതുകൂടാതെ അതിനകത്ത് കടുമാങ്ങാക്കറി ഒഴിച്ച് കഴിച്ചു. പിന്നെ വേറെ ഒരു തോരനോ. ഞാൻ പറഞ്ഞത് ഇത് ബോംബാണെന്നാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ വിഴുങ്ങുന്നത്. ഇത് കുടിച്ചിട്ട് കിടന്നു. കഫക്കെട്ടിൻ്റെ ഫാക്ടറി സ്വിച്ച് ഓണായി. ഏറ്റവും കൂടുതൽ കഫം മലയാളികൾക്കുണ്ടാകുന്ന ഫുഡാണ് കഞ്ഞി. അത് പ്രത്യേകിച്ച് വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞാൽ ഈ കഫം ഉണ്ടായി. അത് ശ്വാസകോശ നാളുകൾ വരുന്നു. അവിടെ ചെറിയ ചെറിയ വ്രണങ്ങൾ ഓൾറെഡി ഉണ്ട്. അത് പഴുക്കുന്നു, കഫം പഴുക്കുന്നു. ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങൾ. ആസ്മയാണത് ആസ്മയായിട്ട് വരുന്നു, ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ ബ്രോങ്കൈറ്റിസ് വരുന്നു. ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാവരോടും പറയാറുണ്ട്, ഈ കോവിഡിൽ 90% ആൾക്കാരും മരിച്ചതിൻ്റെ കാരണം ഭക്ഷണ രീതിയിലുള്ള അറിവ് കുറവാണ്. കാരണം എല്ലാവർക്കും കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പാൽ ഇഷ്ടം പോലെ കുടിപ്പിച്ചു, ബേക്കറി സാധനങ്ങൾ കഴിച്ചു. വിദേശ രാജ്യങ്ങളിലാണ് വൈനും ബിയറും കണക്കില്ലാതെയാണ് ഓൾഡ് ഏജ് ഹോമിൽ അവർ കഴിക്കുന്നത്. ഇതിൽ നിന്നുണ്ടായ കഫക്കെട്ട് വർദ്ധിച്ച് ആദ്യം ബ്രോങ്കൈറ്റിസായി, അത് കൂടി വരുമ്പോൾ അത് ന്യൂമോണിയ ആയി. ആ ന്യൂമോണിയ വന്ന് ഞാൻ റെസ്പിറേറ്ററി ഫെയിലിയറായി ഡെത്തിലേക്ക് വരുവാണ്. ഞാൻ ഏതാണ്ടൊരു 500ഓളം രോഗികൾ, ഒരിക്കലൊരു ഓൾഡ് ഏജ് ഹോമിലുള്ള രോഗികൾ വരെ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നു. അതിൽ 90 വയസ്സ് വരെ ഉള്ളവരുണ്ടായിരുന്നു. ഞാൻ ഒറ്റ കാര്യമേ അവർക്ക് നിഷ്കർഷിച്ചുള്ളൂ. ഒരു ഓർത്തഡോക്സ് ചർച്ചിലെ അച്ഛന്മാർ നടത്തുന്ന ഒരു സെൻ്ററാണ്. അവരോട് ഞാൻ പറഞ്ഞുള്ളൂ, നിങ്ങൾ കഞ്ഞി കൊടുക്കരുത്, രാത്രിയിൽ ബ്രെഡ് പാടില്ല, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് പാടില്ല, പിന്നെ പാലും പാടില്ല എന്ന് പറഞ്ഞു. ഒരാളെ പോലും അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇവിടെയാണ് സ്ഥായിയായ ശ്വാസകോശ രോഗങ്ങളും ഭക്ഷണവും അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങളുമായിട്ടുള്ള ബന്ധം. ഇത് എല്ലാവരിലും ഒരു പുതിയ അറിവ് ആയിട്ട് വരും, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അവരിലേക്കും ഇതിനെപ്പറ്റിയുള്ള മെസ്സേജ് പകർന്നു കൊടുക്കുക. നന്ദി, നമസ്കാരം.